അഖിലാധിപനെ അഹദായവനെ അർഹിന്നുടയോനെ. ആലപ്പുഴ ഐഷാബിക മരണപ്പെട്ടു പോയി. അവരൊരുപാട് കഥാപ്രസംഗം ഒരുപാട് വേദികൾ പാടിയിട്ടുണ്ട്. ആയിരക്കണക്കിന് വേദികൾ പാടിയ ഒരു ഗായികയാണ്. അവരുടെ അതേ ഒരു പാട്ടുകൾ കാണാപ്പടം പഠിച്ച ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സാവിത്രി ചേച്ചി. അപ്പോൾ സാവിത്രി ചേച്ചി അവരുടെ ശ്യാം വിജയം എന്നുള്ള ആ ഒരു കഥാപ്രസംഗം നമുക്ക് വേണ്ടി പാടുന്നു അല്ലേ? അഖിലാധിപനെ അഹദായവനെ അർഹിന്നുടയോനെ. അഖിലവം പോറ്റും കാരുണ്യവാനെ കരുണാസ്വരൂപനെ. അഖിലാധിപനെ അഹദായവനെ അർഹിന്നുടയോനെ. അഖിലവം പോറ്റും കാരുണ്യവാനെ കരുണാസ്വരൂപനെ. പ്രജാക്ഷേമ തൽപരനും സത്യസന്ധനുമായിരുന്ന ഖലീഫ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ നീതിയുക്തമായ ഭരണം നടക്കുന്ന കാലം. ഇതേസമയം അന്തക്കയിലെ ഭരണാധികാരി ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവും സ്വേച്ഛാധിപതിയുമായ ഹിർക്കൽ ചക്രവർത്തിയുമായിരുന്നു. അനകം ആദാപത്തിൽ ദൗലത്താലുമികന്തിട്ട് ഉടയോനോടേറ്റം വെറുക്കും മാറ്റമികതിട്ട് മറുബലം തന്നെ പോലാരുമില്ല കാലത്ത് വാഴ്ചയില്ലേറ്റം കടുപ്പക്കാരെ സുഖം പെട്ട്. നാടിന്റെ നാനാഭാഗങ്ങളിലും സത്യവിശ്വാസികളും ഹിർക്കലിന്റെ സൈന്യങ്ങൾ തമ്മിൽ സംഘടനകൾ നടന്നുകൊണ്ടിരുന്നു. ഇങ്ങനെയിരിക്കെ ഹിർക്കൽ ചക്രവർത്തിയെ ഖലീഫ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ബഹുദൈവാരാധകരാം ജനങ്ങളെ ബഹുദൈവ വിശ്വാസം മാറ്റുവാൻ, സത്യമതത്തിൽ വിശ്വാസം കൊള്ളുവാൻ ഉത്തമനൂർ ക്ഷണിക്കുന്നേ. എന്നാൽ ഇസ്ലാമിനെ പാടെ നശിപ്പിക്കാൻ വളരെ നാളായി കൊതിച്ചുകൊണ്ടിരുന്ന ഹിർക്കൽ ഖലീഫയുടെ ക്ഷണനം നിരസിച്ചുകൊണ്ട് പകരം ഒരു യുദ്ധത്തിന് തയ്യാറായി. തന്റെ സൈന്യാധിപനായ തൗമയുടെ കീഴിൽ ഒരു വലിയ സൈന്യസംഘത്തെ അങ്ങ് യുദ്ധത്തിന് അയക്കുകയും ചെയ്തു. പടനായകൻ തൗമ പടകളുമായുടനെ അടുത്തിടുന്നു. അമ്പുകൾ മാരിച്ചൊരിയുന്നു. സഹബികൾ ചുടിവിടാതെ വിടവിട് നിന്നങ്ങ് പടപൊരുതുന്നേ. തൗമയുടെ കീഴിലുണ്ടായിരുന്ന സൈന്യസമൂഹത്തെ ഷെറിഅബ് റളിയല്ലാഹുവിന്റെ കീഴിലുണ്ടായിരുന്ന മുസ്ലിം സേന നേരിട്ടു. കൂട്ടത്തിൽ ഇരകണ്ട സിംഹം പോലെ ചാടിയടുക്കുന്നു ഇബ്ബാൻ എന്നൊരു ധീര സഹാബി. എതിരാളികൾ ഞെട്ടി വിറയ്ക്കുന്നേ. സുഹതാക്കൾ പലരും അമ്പുകളേറ്റു. നീലം പറ്റി കണ്ണുകൾ മൂക്കൾ നെഞ്ചു തുളഞ്ഞു. നോവാലെ മുറവിളി പൊങ്ങുന്നേ. ഇരകണ്ട സിംഹത്തെ പോലെ ഇബ്ബാൻ റളിയല്ലാഹു അൻഹു ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് മുന്നേറുകയാണ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അമ്പൊന്നതാ വന്നു തറയ്ക്കു